നിങ്ങളെല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോവുകയാണ്. തുറക്കപ്പെടാത്ത ചില വാതിലുകൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് വേണ്ടി സ്വർഗസ്ഥനായ ദൈവം തുറക്കാൻ പോകുന്നു. നിങ്ങളുടെ ഭവനങ്ങളിൽ കർത്താവിൻ്റെ ജീവൻ വാഴാൻ പോകുകയാണ്. താഴ്ചയിൽ നമ്മെ ഓർത്ത് നമ്മളെ വിടുവിച്ച ദൈവം, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ അനവധി വിഷയങ്ങളിൽ നിന്ന് വിടുവിച്ച, സൗഖ്യമാക്കിയ കർത്താവിൻ്റെ പൊൻകരം ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ ലൈവിൽ അനേകരെ കർത്താവ് സൗഖ്യമാക്കി, അനേകർക്ക് കർത്താവ് പുതിയ വഴികളെ തുറന്നു കൊടുത്തു. കഴിഞ്ഞ എപ്പിസോഡുകൾ നിമിത്തമായിട്ട് അനേകരെ കുറച്ചുകൂടെ മാനിക്കപ്പെടുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ഇടയായി തീർന്നു. നന്ദിയോടെ ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. താഴ്ചയിലെനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി, തുടച്ചെന്റെ കണ്ണു നീർപ്പൊൻകരത്താ, തുടിക്കുന്നൻ മാനം സ്വർഗ സന്തോഷത്താ, തുടച്ചെന്റെ കണ്ണു നീർപ്പൊൻകരത്താൽ, തുടിക്കുന്നൻ മാനം സ്വർഗ സന്തോഷത്താ. ചേർന്ന് പാടാമോ? ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിന അവനെ നാം ഘോഷിക്കാം, അവനാത്രേ എൻ പാപഹാരൻ, തൻ ജീവനാലൻ നീയും വീണ്ടെടുത്തു, അവനാത്രേ എൻ പാപഹാരൻ, തൻ ജീവനാലൻ നീയും വീണ്ടെടുത്തു. ജീവന്റെ ഉറവിടം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആയതിനാൽ നമ്മുടെ അധരങ്ങൾ കൊണ്ട് അവനെ സ്തുതിക്കണം. നമുക്ക് ലഭിച്ച സാഹചര്യങ്ങൾക്ക് അനുസരണമായിട്ട് ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ സാഹചര്യങ്ങളെയും നമ്മുടെ ഇല്ലായ്മകളെയും നോക്കരുത്. താഴ്ചയിൽ അവൻ നമ്മോട് കരുണ കാണിച്ചു. താഴ്ചയിൽ അവൻ എനിക്ക് തണലേകിയ ദൈവമാണ്. ഈ മരുഭൂപ്രയാണത്തിൽ തണലുണ്ടാകുക എന്ന് പറയുന്നത് അത് വളരെ ആശ്വാസകരമാണ്. താങ്ങി എന്നെ അവൻ വീഴ്ചയിൽ വഴി നടത്തി. പല വീഴ്ചകളിലും നമ്മൾ തീർത്തുമില്ലാതെ ആയി പോകേണ്ട സാഹചര്യങ്ങളുണ്ട്. എന്നാൽ നമ്മെ അവൻ താങ്ങി വീഴ്ചയിൽ അവൻ നമ്മെ വഴി നടത്തി. തുടച്ച് എൻ്റെ കണ്ണുനീരെല്ലാം അവൻ്റെ കരത്തിൽ. നിങ്ങളുടെ കണ്ണുനീരിനെ അവൻ്റെ പൊൻകരം തൊട്ട് അവൻ തുടച്ചു മാറ്റും. അതുകൊണ്ട് അവൻ ആ നിരയിൽ അവനെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഹൃദയം ആനന്ദിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ കര കാണാതെ നമ്മൾ വലയുന്ന നേരത്ത്, ആ സമയത്ത് കരുണയോടെ നമ്മളെ സമീപിച്ച ഒരു ദൈവം, നമ്മുടെ അരികിൽ അവൻ വന്ന് നമ്മളെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അവന്റെ കൃപയും അവന്റെ ബലവും നമുക്ക് ശക്തിയും മനഃശാന്തിയും നൽകി തരുന്നതാണ്. ആയതിനാൽ കർത്താവിനെ നമുക്ക് ഇന്ന് ഒരുമിച്ച് സ്തുതിക്കാമല്ലോ. കര കാണാതാഴിയിൽ വലയുവോരേ, കരുണയെ കാംക്ഷിക്കും മൃഗപ്രായരെ, വാരികവൻ ചാരബന്ധിതരെ, തരുമാവൻ കൃപ മനഃശാന്തിയാതും, വാരികവൻ ചാരബന്ധിതരെ, തരുമാവൻ കൃപ
മനഃശാന്തിയാകും. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ. നാവിന അവനെ ഘോഷിക്കാം. അവനത്രേ എൻ പാപഹാരം. തൻ ജീവനാലൻ വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹാരം. തൻ ജീവനാലൻ വീണ്ടെടുത്തു. താഴ്ചയിലെനിക്കവൻ തണലേകി. താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ. തുടിക്കുന്ന മാനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ. തുടിക്കുന്ന മാനം സ്വർഗ സന്തോഷത്താൽ. പല അവസരങ്ങളിലും പല സാഹചര്യങ്ങളിലും നമ്മൾ തീർത്തും അങ്ങ് നിരാശരായി പോകുമോ എന്നുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. കര കാണാതെ അലയുന്ന നേരത്ത് കരുണയോടെ അവൻ നമ്മെ രണ്ട് കരങ്ങളും നീട്ടി നമ്മളെ അവൻ്റെ മാറോട് അണച്ച അനുഭവങ്ങളുണ്ട്. ബന്ധിക്കപ്പെട്ടവരെയും അതുപോലെ തന്നെ ഉയർന്നു വരാൻ കഴിയാത്തവരെയും എന്ന് ഒരിക്കലും ഇനിയും കുഴിക്കകത്തുനിന്ന് കയറാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ചവരെ പോലും അവൻ്റെ കൃപയാൽ, അവൻ്റെ ഫേവറിനാൽ അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾക്കെല്ലാം മനഃശാന്തി കൊടുത്തു, അനുഗ്രഹിച്ചു. ദൈവം അവർക്ക് വിശാലത കൊടുത്തു. ആയതിനാൽ ഇന്ന് നമുക്ക് ഒരുമിച്ച് അവനെ സ്തുതിക്കാൻ, പാടാൻ ഇടയായി തീരട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. സ്വർഗസ്ഥനായ എൻ്റെ ദൈവം കർത്താവെ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തായിരിക്കുന്ന ദീപ സിസ്റ്ററെയും കുടുംബത്തെയും 2 തലമുറകളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയവനായ ദൈവം കരുണ കാണിക്കണമേ, വിടുതലാക്കി മാറ്റണമേ. പ്രത്യേകിച്ച് ഇളയ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേ, സകലവിധ പ്രതികൂലതയും വിടുവിക്കണമേ, രോഗാവസ്ഥയും വിടുവിക്കണമേ. ആ പൂർണ്ണ ആരോഗ്യവും പൂർണ്ണ ആയുസ്സിനെയും കർത്താവെ അങ്ങ് പ്രദാനം ചെയ്ത് ഞങ്ങളുടെ പ്രിയ തലമുറകളെ ദൈവം ഐശ്വര്യമായിട്ട് കാത്തു പരിപാലിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ ഞങ്ങൾ യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഉയർച്ചകളും നന്മകളും ജീവൻ്റെ ശക്തിയും ജീവൻ്റെ പുതുക്കവും ഒക്കെ വാഴട്ടെ. പ്രത്യേകിച്ച് 2024 ഈ ഭവനത്തിന് ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ. തലമുറകളെ ഒരിക്കൽ കൂടെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ഫേവർ കൊണ്ട് പൊതിയണമേ. കൃപമേൽ കൃപ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ. കര കാണാതാഴിയിൽ വലയുവോരേ, കരുണയെ കാംക്ഷിക്കും മൃതപ്രായരെ, വരികാവൻ ചരന്തു ബന്ധിതരെ, തരുമാവൻ കൃപ മനഃശാന്തിയാകും. വരികാവൻ ചരന്തു ബന്ധിതരെ, തരുമാവൻ കൃപ മനഃശാന്തിയാതോ. ചേർന്ന് പാടാം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ. നാവിന അവനെ ഘോഷിക്കാം. അവനത്രേ എൻ പാപകാരൻ. തൻ ജീവന എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപകാരൻ. തൻ ജീവനാലൻ നീയും വീണ്ടെടുത്തു.